ഭീകരാക്രമണ കേസിൽ വിചാരണ വീണ്ടും നീളും. ഈ മാസം ആദ്യം ആരംഭിക്കാനിരുന്ന വിചാരണ നടപടികൾ അനന്തമായി നീളുകയാണ്. NIA കുറ്റപത്രം സമർപ്പിച്ച നിരവധി കേസുകളുടെ വിചാരണ പ്രാരംഭഘട്ടത്തിലായതാണ് പിന്നീട് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ വിചാരണ ആരംഭിക്കുന്നതിന് തടസ്സമായത്. ഈ വർഷം ജനുവരി മുതൽ പല തവണകളായി മാറ്റിയ വിചാരണ നടപടികളാണ് ഈ മാസവും ആരംഭിക്കാനാകാത്തത്. 2023 സെപ്റ്റംബറിൽ NIA കുറ്റപത്രം സമർപ്പിച്ച കേസിൽ 2024 ജനുവരിയിലാണ് വിചാരണ നടപടികൾ ആദ്യം ആരംഭിക്കാനിരുന്നത്. ഏറ്റവും ഒടുവിൽ സെപ്റ്റംബർ ആദ്യവാരം വിചാരണയ്ക്കായുള്ള തയ്യാറെടുപ്പുകൾ പ്രോസിക്യൂഷൻ നടത്തിയിരുന്നു. എന്നാൽ നിരവധി NIA കേസുകളിൽ വിചാരണ പൂർത്തിയാകാനുള്ളതിനാൽ ഈ കേസുകൾക്ക് ശേഷം മാത്രമേ ഏലത്തൂർ ട്രെയിൻ ഭീകരാക്രമണ കേസ് വിചാരണയ്ക്ക് എടുക്കുകയുള്ളൂ. കേസിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതിലൂടെ നടപടികളിലേക്ക് പിന്നീട് കടക്കും. ജിഹാദി പ്രവർത്തനം ലക്ഷ്യമിട്ടാണ് ട്രെയിൻ ആക്രമണം നടത്തിയതെന്ന് NIA കണ്ടെത്തിയ കേസിൽ ഡൽഹി ഷഹീൻബാഗ് സ്വദേശി ഷാരുഖ് സൈഫി മാത്രമാണ് പ്രതി. 2023 ഏപ്രിൽ 2-നായിരുന്നു ഷാരുഖ് സൈഫി ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് D1 കമ്പാർട്ട്മെന്റിൽ കടന്നുകയറി യാത്രക്കാരുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. രക്ഷപ്പെടാൻ പുറത്തേക്ക് ചാടിയ 3 പേർ മരിക്കുകയും 9 പേർക്ക് പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നു. പൊള്ളലേറ്റ യാത്രക്കാർ കേസിൽ പ്രധാന സാക്ഷികളാണ്. ഭീകര ആശയങ്ങൾ വലിയ തോതിൽ സ്വാധീനിച്ച ഷാരുഖ് സൈഫി വിവാദ മതപ്രഭാഷകരുടെ പ്രസംഗങ്ങളും സ്ഥിരമായി കേട്ടിരുന്നു. റെയിൽവേ പോലീസ് തുടക്കത്തിൽ അന്വേഷിച്ച കേസ് പിന്നീട് ഭീകരവാദ ബന്ധങ്ങളുണ്ടെന്ന സൂചനയിൽ NIA ഏറ്റെടുക്കുകയായിരുന്നു. ജനം, കൊച്ചി.